Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്കിൻ്റെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വലിയ മെനക്കേടൊന്നുമില്ല, നല്ല എളുപ്പമാണ്. പിന്നെ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അമൃതം പൊടിയാണ്. അപ്പോൾ ഈ ഒരു അമൃതം പൊടി എന്ന് പറയുന്നത് 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ന്യൂട്രിമിക്സ് പൗഡറാണ്. ഇനി അമൃതം പൊടി 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതിയാവും. ആ ഒരു സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. ഇനി വേണ്ടത് ഇതേ അളവിൽ റവയാണ്. അപ്പോൾ 1 കപ്പ് റവ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമൃതം പൊടിയിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്കൊരു 3 ഏലക്കായ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ മെഷർ ചെയ്തിരുന്ന ആ ഒരു കപ്പ് തന്നെ എടുക്കുക. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത്, ഒരു നുള്ള് മാത്രം മതിയാവും. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താലും മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടൊക്കെയാവുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കൈ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒരുപാട് ടൈം എടുത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി 2 കൈയിലും കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ക്രോസ് ആയിട്ട് 2 വരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. ഇനി ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു ഡിസൈൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഇവ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്തെടുക്കാം. ചെറുതായാലും കുറച്ച് വലുപ്പത്തിലായാലും ഒന്നും കുഴപ്പമില്ല. ചെറുതായാലും ഒന്നും കൂടെ കാണാനൊക്കെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവയെല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ വരഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് തിക്കി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ചിലപ്പോൾ മറിച്ചിടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പരന്നിട്ടുള്ള ഫ്രൈങ് പാനിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഒന്നിച്ച് കുറച്ച് കൂടുതൽ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ മറിച്ചിടാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ താഴ്ഭാഗം ഫസ്റ്റ് ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി ഒരു നല്ല ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കളർ മാറി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അമൃതം പൊടിയൊക്കെ വീട്ടിലുള്ളവർ കുട്ടികളൊന്നും അധികം കുറുക്കുണ്ടാക്കിയാലൊന്നും കഴിക്കാറുമില്ല. അപ്പോൾ അധികവും ബാക്കിയായിട്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിലൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ട് കേടുകൂടാതെ തന്നെ നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറിക്കാനും വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.